ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, നമ്മൾ ഒത്തിരി പ്രാവശ്യം വായിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളൊരു സുവിശേഷ ഭാഗമാണ് മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ കളകളുടെയും വിളകളുടെയും ഉപമ. കളകളും വിളകളും ഒരുമിച്ച് വളരട്ടെ, സമയമാകുമ്പോൾ അവ വേർതിരിക്കാം എന്നുള്ള ഒരു സുവിശേഷ ഭാഗം. ഈശോയുടെ സുവിശേഷം എപ്പോഴും ആ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഏറ്റവും ഭംഗിയുള്ളതായി മാറുന്നതാണെന്ന് നമ്മൾ കണ്ടല്ലോ. ഏതൊരു വ്യക്തിക്കും സാഹചര്യം അനുസരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വ്യാഖ്യാന സംഭാഷണ രീതിയായിരുന്നു ഈശോയുടേത്. കളകൾ എന്ന് പറയുന്നത് സാധാരണ നമ്മൾക്ക് ഉപയോഗമില്ലാത്തതാണ് കളകളായിട്ട് മാറുന്നത്. ഒരു സസ്യവും കള എന്ന രീതിയിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. എല്ലാ സസ്യങ്ങൾക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ടെന്നുള്ളതാണ്. നമ്മളിങ്ങനെ ചെടി നട്ട് അല്ലെങ്കിൽ പൂക്കൾ ഉണ്ടാകുന്ന ചെടികൾ നട്ട് ഇങ്ങനെ കാത്തിരിക്കുന്നു. അപ്പോൾ അതിനിടയിൽ പുല്ലുകൾ വളർന്നു കഴിയുമ്പോൾ അത് കളയാണെന്ന് പറഞ്ഞ് നമ്മൾ പറിച്ചു കളയും. ഒരുപക്ഷെ നമ്മൾ പയറുമണികൾ നട്ട് കിളുത്ത് വരുമ്പോൾ ചീരയാണ് കിളുത്ത് വരുന്നതെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പയറുമണികളാണ്. പക്ഷേ ചീര അപ്പോൾ കളയായിട്ട് മാറും. ചീര മോശമായിട്ടാണോ? അല്ല. സൃഷ്ടിക്കപ്പെട്ടത് മോശമായിട്ടല്ല. നമ്മൾ പ്രതീക്ഷിക്കാത്തിടത്ത് അവ വളരുമ്പോഴാണ് ഒരു സസ്യം കളയായിട്ട് മാറുന്നത്. അത് മറ്റ് വന്യജീവികൾക്കോ മറ്റ് ജീവജാലങ്ങൾക്കൊക്കെ വലിയ വിളയുടെ അല്ലെങ്കിൽ സമൃദ്ധിയുടെ അനുഭവം ഉണ്ടാക്കുന്ന സസ്യങ്ങളാണ് നമുക്ക് കള എന്ന പേരിൽ പറിച്ചു കളയേണ്ടി വരുന്നത്. ഒന്നും മോശമായിട്ടില്ല, എല്ലാം നല്ലതായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷേ പ്രതീക്ഷിക്കാത്തിടത്ത് അവ ഉണ്ടാകുമ്പോൾ വിളകൾ പോലും കളയായിട്ട് മാറുന്നു എന്നതൊരു സങ്കടകരമായ കാര്യമാണ്. ഏതൊരു ജീവിത സാഹചര്യങ്ങളാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഒരു മനുഷ്യനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഒരു മനുഷ്യനെ പ്രത്യേകമായി പ്രതീക്ഷിക്കുന്ന ഇടത്ത് ഉണ്ടാകുമ്പോൾ ആ മനുഷ്യൻ വിളയായും, പ്രതീക്ഷിക്കാത്തിടത്ത് ഒരു മനുഷ്യനെ കണ്ടു കഴിയുമ്പോൾ അത് കളയായും അല്ലെങ്കിൽ മോശം വ്യക്തിയായും സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ടവനായും ശിക്ഷിക്കപ്പെടേണ്ടവനായിട്ടൊക്കെ മാറുകയാണ്. പലപ്പോഴും പല വിദ്യാർത്ഥികളും പഠിക്കാനും തൻ്റെ ഭാവി തൃപ്തികരമാക്കും വിധം ഒരുങ്ങാനൊക്കെ വിളിക്കപ്പെട്ട വിദ്യാർത്ഥികളെ പലപ്പോഴും പ്രതീക്ഷിക്കാത്തിടത്തൊക്കെ കണ്ടു കഴിയുമ്പോൾ, അനാവശ്യമായ കൂട്ടുകെട്ടുകൾക്ക് ബന്ധങ്ങൾക്ക് ഒക്കെ പോയി കഴിയുമ്പോൾ അവർ യഥാർത്ഥമായ വിദ്യാർത്ഥികളാണെങ്കിൽ പോലും വിളയുണ്ടാകാൻ വിളവിന് സാധ്യതയുള്ള വ്യക്തികളാണെങ്കിൽ പോലും അവ കളയായിട്ട് മാറുകയാണ്. മറ്റുള്ളവരുടെ കണ്ണിൽ, മാതാപിതാക്കളുടെ കണ്ണിൽ, സഹോദരങ്ങളുടെയൊക്കെ നോട്ടത്തിൽ അത് വഴിപിഴച്ചു പോയവൾ, വഴിതെറ്റിപ്പോയവൾ കളയായി മാറ്റി നിർത്തപ്പെടുകയാണ്. അപ്പോൾ ആയിരിക്കേണ്ടിടത്ത് ആയിരിക്കുക എന്നത് വലിയൊരു ഉത്തരവാദിത്വമാണ് ഓരോ മനുഷ്യനും. പ്രത്യേകിച്ചൊരു ഭാര്യ തൻ്റെ ഭർത്താവ് ജോലിക്ക് പോയി അദ്ദേഹത്തിൻ്റെ വരവും കാത്ത്, അല്ലെങ്കിൽ ആ രീതിയിൽ ഒരു ഭാര്യയുടെ ഉത്തരവാദിത്വം എന്താണ് എന്ന് മനസ്സിലാക്കി തൻ്റെ കുടുംബത്തോട് കാണിക്കേണ്ട എല്ലാ ഉത്തരവാദിത്വങ്ങളോടെയും പോകുന്നൊരു ഭാര്യ ഒരു വിളയായിട്ട് ഇങ്ങനെ നിലകൊള്ളുന്നുള്ളതാണ്. എവിടെയെങ്കിലും വെച്ച് വഴിമാറി സഞ്ചരിച്ചുകൂടാത്ത വഴികളിലൂടെ ഒരു ചെറിയ രീതിയിലെങ്കിലും ഒരു സഞ്ചാരം ആരംഭിച്ചു കഴിയുമ്പോൾ അത് വീണ്ടും ആ സാന്നിധ്യം ഒരു ഭാര്യ കളയായിട്ട് മാറുന്നു. ഭാര്യ എന്നത് മോശമായിട്ടല്ല, മറിച്ച് പ്രതീക്ഷിക്കാത്തിടത്ത് ആയിരിക്കുന്നു എന്നതുകൊണ്ട് കളയായിട്ട് മാറുന്നു. തിരിച്ച് ഭർത്താവിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇത് തന്നെയാണ്. കുടുംബത്തെ പരിപാലിക്കുകയും ഒരു പൗരുഷത്തോടെ ഒരു പുരുഷൻ്റെ സാന്നിധ്യവും ലാളനയും സ്നേഹവും ചൂടും നൽകേണ്ടിടത്ത് നൽകി ഒരു കുടുംബത്തെ മുന്നോട്ട് നയിക്കേണ്ട ഒരു ഭർത്താവ് ആയിരിക്കേണ്ടിടത്തല്ല ആയിരിക്കുന്നതെങ്കിൽ വീണ്ടും കളയുടെ നിലയിലേക്ക് താഴ്ന്നു പോവുകയാണ്. ഒരിക്കലും ഒരു സസ്യവും കളയായി സൃഷ്ടിക്കപ്പെടുന്നില്ല. പ്രതീക്ഷിക്കാത്തിടത്ത് വളരുമ്പോൾ അത് കളയായിട്ട് മാറുകയാണ്. എല്ലാ മേഖലയിലും ഒരു വൈദികനാണെങ്കിൽ പോലും ഒരു വൈദികനിൽ നിന്നും പ്രതീക്ഷിക്കുന്ന രീതിയിൽ ആ വൈദികൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ, പ്രതീക്ഷിക്കാത്തിടത്ത് ഒരു വൈദികനായി പോകുമ്പോൾ അതും കളയായിട്ട് മാറും. സന്യസ്തരുടെ ജീവിതമാണെങ്കിലും ഏത് ജീവിത സാഹചര്യമാണെങ്കിലും
ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും ആ ഓടിക്കുന്ന താൻ ചെയ്യുന്ന ജോലി ഏറ്റവും മഹത്തരമാണെന്ന ബോധ്യത്തോടെ ഏറ്റവും വൃത്തിയായി തൻ്റെ റിക്ഷയിൽ കയറി വരുന്ന ഒരു വ്യക്തി ഏറ്റവും സന്തോഷത്തോടെ ഈ യാത്ര തുടർന്ന് യഥാസ്ഥാനത്ത് എത്തണം എന്ന ആഗ്രഹത്തോടെ നീതിപൂർവകമായ ഒരു ജോലിയായി അതിനെ മാറ്റുമ്പോൾ അത് ഒരു വിളയായി, സമൂഹത്തിന് വിളയായി, തൻ്റെ വ്യക്തി ജീവിതത്തിനും തൻ്റെ ആത്മാവിനും ഒരു വിളയായി മാറുകയാണ്. ഒരു സാധാരണ തട്ടുകട നടത്തുന്നൊരു ചേട്ടൻ പോലും അദ്ദേഹത്തിൻ്റെ ഈ എളിയ കടയിലേക്ക് വരുന്നൊരു മനുഷ്യൻ ഏറ്റവും തൃപ്തികരമാകും വിധം, ഏറ്റവും വൃത്തിയുള്ള, ഏറ്റവും പുതിയ സംതൃപ്തി നൽകുന്നൊരു ഭക്ഷണം നൽകണമെന്ന് ആഗ്രഹിച്ച് ഏതൊരു കാര്യം ചെയ്യുകയാണെങ്കിലും ഒരു ഇല കീറി തൻ്റെ ഒരുക്കി വച്ചിരിക്കുന്ന പലഹാരം ഒന്ന് മൂടി വെക്കുന്നൊരു വളരെ ചെറിയ പ്രവൃത്തിയായിരിക്കാം. പക്ഷെ അതിലൂടെ പോലും ആ വ്യക്തി തൻ്റെ ഈ എളിയ ജീവിതം, എളിയ ജോലി ഏറ്റവും മഹത്വമുള്ളതാണ്, അത് വിളയാക്കി മാറ്റാനായിട്ട് പരിശ്രമിക്കുകയാണ്. അപ്പോൾ ആയിരിക്കേണ്ടടുത്ത് 100% ആയിരിക്കുക എന്നത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത് കളയും വിളയും ഒരുമിച്ച് വളരട്ടെ. കാരണം പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് കളയാണോ വിളയാണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കില്ല എന്ന്. അപ്പോൾ കൃത്യമായ വീക്ഷണത്തോടെ സസൂക്ഷ്മം മനസ്സിലാക്കി ശ്രദ്ധിച്ച് എൻ്റെ ജീവിതം ഒരു വിളയായി ഇങ്ങനെ മറ്റുള്ളവർക്കും സമൂഹത്തിനും എനിക്കും ഫലമുള്ളതായി മാറുന്നുണ്ടോ എന്ന് ചിന്തിച്ച് മുന്നേറേണ്ട ഒരു സാഹചര്യമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉൾക്കൊള്ളേണ്ട ഒരു കാര്യമാണ് നമ്മളോട് തന്നെ സന്തോഷവാനും സന്തോഷവതിയുമായിരിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം. നമ്മൾക്കുള്ളിൽ സന്തോഷമില്ലെങ്കിൽ നമ്മളോട് സംസാരിക്കുന്നവർക്ക് ഒരിക്കലും നമ്മൾക്ക് സന്തോഷം നൽകാൻ സാധിക്കില്ല. എപ്പോഴും അവരെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടും അവർക്കൊരു എപ്പോഴും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ട് മാത്രമേ നമുക്ക് സംസാരിക്കാൻ സാധിക്കും. ഞാൻ എന്നോട് തന്നെ സന്തോഷവാനായിട്ടിരിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വമുണ്ട്. അതാണ് എൻ്റെ ഏറ്റവും ഞാൻ ആയിരിക്കേണ്ടടുത്തായിരിക്കുക. കാര്യം ശരി, ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ എല്ലാവർക്കും ഉണ്ട്. ഈ ലോകത്തിൽ ആർക്കാണ് ബുദ്ധിമുട്ടുകളില്ലാത്തത്? ഏതൊക്കെ രീതിയിലാണ് ബുദ്ധിമുട്ടുകളുള്ളത്? ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ വലിയ ബിസിനസ് മേഖലകളിലൊക്കെ വലിയ കോടികളുടെ ആസ്തിയും വളർച്ചയും ഒക്കെയുള്ള ചില വ്യക്തികളൊക്കെ പാലത്തിൽ നിന്ന് താഴേക്ക് പുഴയിലേക്ക് എടുത്ത് ചാടി ആത്മഹത്യ ചെയ്യുന്നതും വലിയ സിനിമാ താരങ്ങളൊക്കെ സ്വയം ജീവൻ ഒടുക്കുന്നതൊക്കെ നമ്മൾ ഈ വാർത്തകളിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാ ജീവിതങ്ങൾക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും വേദനകളും സങ്കടങ്ങളൊക്കെ ഉണ്ട്. ഒരു ജീവിതവും പരിപൂർണമായിട്ടില്ല. വചനം പറയുന്നത് നിനക്കെൻ്റെ കൃപ മതി, നിനക്ക് പൂമെത്തകളല്ല ഒരുക്കിയിരിക്കുന്നത്, കല്ലുകളും മുള്ളുകളും ഒക്കെ നിറഞ്ഞ വഴിയാണെങ്കിലും നിനക്ക് എൻ്റെ കൃപ മതി എന്നാണ്. ആ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് എല്ലാവരും സ്വയം സന്തോഷത്തോടെ ആയിരിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം നമുക്കെല്ലാവർക്കും ഉണ്ട്. അതാണ് ആയിരിക്കേണ്ടടുത്ത് ആയിരിക്കുക. അപ്പോൾ പല കാര്യങ്ങളെയും നമുക്ക് മറക്കാൻ സാധിക്കും. പല കാര്യങ്ങൾക്കും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്താനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ആയിരിക്കേണ്ടടുത്ത് പരിപൂർണമായി ആയിരിക്കുവാൻ ഈ ഒരു സുവിശേഷം നമ്മളെ ക്ഷണിക്കുന്നുണ്ട്. കളകളുടെയും വിളകളുടെയും ഉപമ. ഞാനെപ്പോഴും ഓർക്കുന്നൊരു അനുഭവമുണ്ട്. പല പ്രാവശ്യവും പലയിടങ്ങളിലൊക്കെ ഞാൻ ഓർത്ത് പറയാറുണ്ട്. ഞാൻ കൊച്ചച്ഛനായിരുന്ന കാലത്ത് ഒരു പള്ളിയിൽ, പിലാത്ര ഒരു പള്ളിയിലായിരുന്നപ്പോൾ ഒരു ദിവസം ഉച്ചനേരത്ത് ഒരു കിടപ്പ് രോഗിയായ അമ്മച്ചിയെ കാണാൻ പോയി. പലപ്പോഴും ബുധനാഴ്ച ദിവസം വൈകുന്നേരങ്ങളിൽ രോഗികൾക്ക് പരിശുദ്ധ കുർബാന നൽകാൻ ഇങ്ങനെ പോകുമായിരുന്നു. അപ്പോൾ എപ്പോഴും ഈ അമ്മയുടെ അടുത്ത് പോയി കുർബാനയെ കൊടുത്തു പോകുന്നതാണ്. പക്ഷേ ഈ അമ്മച്ചിയോട് സംസാരിക്കാനൊന്നും അധികം സമയം കിട്ടാറില്ല. കുർബാന നൽകി അടുത്ത വീട്ടിലെ എല്ലാ വീടുകളിലും ഇങ്ങനെ പ്രായമുള്ള അമ്മമാരും അപ്പച്ചന്മാരൊക്കെ ഇരിക്കുന്നത് കൊണ്ട് അവരിങ്ങനെ കാത്തിരിക്കും. അപ്പോൾ അധികം സമയം കളയാതെ പെട്ടെന്ന് പോകാറുണ്ടായിരുന്നു. പക്ഷേ ഒരു ദിവസം ഞാനും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ജോയ് പയനാടത്തച്ഛനായിരുന്നു വലിയച്ഛൻ, അപ്പം കൊച്ചച്ഛനായിട്ട് ഞാൻ, അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി ഒന്ന് പോയി ആ വീട്ടിലൊന്ന് അമ്മച്ചിയെ കാണാനായിട്ട് പോയി. ഒരു ഉച്ച നേരത്ത് ആ വീട്ടിൽ ചെന്നു, അമ്മച്ചിയെ കണ്ടു, സംസാരിച്ചു. അവിടെ നിന്നിങ്ങനെ റോഡിലേക്ക് വണ്ടി ഓടിച്ചപ്പോൾ ഞാൻ വണ്ടി ഓടിക്കുന്നുണ്ട്. എൻ്റെ ഇടത് ഭാഗത്ത് വികാരിയച്ഛൻ ഇരിപ്പുണ്ട്. അപ്പോൾ ഒരു പോക്കറ്റ് റോഡാണ്. ഈ പോക്കറ്റ് റോഡിൽ നിന്നും ടൗണിലേക്ക് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ദൂരമുണ്ട്. ഈ വഴിക്ക് വേറെ വാഹനങ്ങളൊന്നും ഈ ഉച്ച നേരത്ത് ഉണ്ടാകാൻ സാധ്യതയുമില്ല. അപ്പം
അപ്പം ഞങ്ങൾ ഈ വീട്ടിൽ നിന്നും ഈ റോഡ് വഴി ഇങ്ങനെ ഒന്ന് യാത്ര തുടർന്നപ്പോൾ ഒരു യുവാവ്, അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ ഒരു കോളേജിലൊക്കെ പഠിക്കുന്ന, ഒരു യൂണിഫോമൊക്കെ ഇട്ടുന്ന, എനിക്ക് തോന്നുന്നു ഉച്ചയ്ക്ക് ശേഷമുള്ള ഏതോ ഒരു പാരലൽ കോളേജിൽ വല്ലതും പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയായിരിക്കാം. അപ്പോൾ ഈ യുവാവ് ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. വേറെ വാഹനങ്ങളൊന്നുമില്ല, നല്ല കൊടും വെയിൽ, നല്ല ചൂടാണ്. ഇദ്ദേഹത്തിന് ഈ 1.5 കിലോമീറ്റർ നടന്ന് യാത്ര ചെയ്ത് ടൗണിൽ വന്ന് ബസ് കയറണം. അപ്പോൾ ഇതായിരിക്കാം എന്നാണ് നമ്മുടെ ധാരണ. പക്ഷേ ഇങ്ങനെ വഴിയിൽ കണ്ട ഒരാളെ നിർത്തി വാ കയറൂ എന്ന് പരിചയമില്ലാത്ത ഒരാളെ വണ്ടിയിൽ അങ്ങനെ കയറ്റുന്നൊരു ശീലം നമുക്ക് നമ്മുടെ നാട്ടിൽ അങ്ങനെ ഇല്ലല്ലോ. ഇനി അഥവാ നിർത്തി കഴിഞ്ഞാൽ തന്നെ അങ്ങനെ ഓടി വന്ന് കയറുന്നൊരു ശീലവുമില്ല. അപ്പോൾ എൻ്റെ ഉള്ളിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഇങ്ങനെ ഒരു യുവാവ് ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്, ഒന്ന് അദ്ദേഹത്തെ ടൗൺ വരെ ഒന്ന് വണ്ടി കയറ്റാം. പിന്നിലെ സീറ്റുകളൊക്കെ കാലിയായിരുന്നു. കൂടെ ഉണ്ടായിരുന്ന അച്ഛനും ആഗ്രഹമുണ്ടായി. പരസ്പരം പറഞ്ഞില്ല. ഈ യുവാവിനെ ഇത്തിരി പാസ് ചെയ്ത് ഇത്തിരി മുന്നിലേക്ക് ചെന്നു. ആ സമയത്ത് എന്നോട് ജോയച്ചൻ പറഞ്ഞു വണ്ടി നിർത്താൻ പറഞ്ഞു. വണ്ടി നിർത്തി. സ്നേഹമുള്ളവരെ, വണ്ടി നിർത്തിയ മാത്രയിൽ ഈ യുവാവ് ഓടി പിന്നിലെ ഡോർ തുറന്ന് അകത്ത് കയറിയിരുന്നു. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതി. നമ്മുടെയൊക്കെ നാട്ടിൽ അങ്ങനെ ഒരു വണ്ടി നിർത്തിയാൽ അങ്ങനെ പെട്ടെന്ന് കയറിയിരിക്കില്ലല്ലോ. പെട്ടെന്ന് ഭയമാണ്. ഒരു പ്രതീക്ഷിക്കാത്തടത്തൊരു വണ്ടിയൊക്കെ നിർത്തി കഴിഞ്ഞാൽ നമ്മളൊരു ഇത്തിരി ഭയത്തോടെയൊക്കെ നോക്കുള്ളൂ, ഏകാന്തമായ സ്ഥലത്തൊക്കെ ആകുമ്പോൾ. പക്ഷേ ഇവിടെ എപ്പോഴും നടക്കുന്നതിന് വിപരീതമായി ഈ യുവാവ് ഓടി വന്ന് വണ്ടിയുടെ അകത്ത് കയറിയിരുന്നു എന്നുള്ളതാണ്. നമ്മളൊന്നും ചോദിക്കാൻ പോയില്ല, എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചില്ല, അദ്ദേഹം നമ്മളോടൊന്നും സംസാരിച്ചില്ല. ഞങ്ങൾ വണ്ടി ഓടിച്ച് അങ്ങനെ ഈ 1.5 കിലോമീറ്റർ കഴിഞ്ഞ് ഹൈവേ കടന്ന് ഇദ്ദേഹത്തിന് ഇറങ്ങാനുള്ള പിലാത്ര ടൗണിൽ കൊണ്ടുപോയി ഇറക്കി. വണ്ടി നിർത്തിയാൽ മാത്രമേ ഇദ്ദേഹം ഇറങ്ങി. ഇദ്ദേഹം ഇങ്ങനെ പുറത്തേക്ക് വന്നു. അങ്ങനെ ഫ്രണ്ടിലെ ഗ്ലാസ് താഴ്ത്തിയപ്പോൾ യുവാവ് ഇത്തിരി തല താഴ്ത്തി ഞങ്ങളോട് പറഞ്ഞു, വണ്ടി നിർത്തും എന്ന് എനിക്ക് അറിയാമായിരുന്നു എന്ന് പറഞ്ഞു. വണ്ടി നിർത്തും എന്ന് എനിക്കറിയാമായിരുന്നു. അപ്പോൾ സാധാരണ ഇങ്ങനെ കുറച്ച് അപ്പം എന്താണ്, എന്തോ വലിയ കാര്യം എന്തോ ചെയ്തതുപോലെയുള്ളൊരു മനോഭാവമായിരുന്നു എനിക്ക്. ഒരാളെ എന്തോ വലിയ കാര്യത്തിൽ സഹായിച്ചു എന്നൊക്കെയുള്ള രീതിയിൽ. പക്ഷേ യഥാർത്ഥത്തിൽ അതല്ല. അദ്ദേഹം പറഞ്ഞു വണ്ടി നിർത്തും എന്നെനിക്കറിയാമായിരുന്നു. അപ്പം ഞങ്ങൾ ഈ ലോഹയിലായിരുന്നു. അദ്ദേഹം ഏതോ ഒരു വിശ്വാസ വിഭാഗത്തിൽപ്പെട്ടതാണ്. ആര് തന്നെ ആയിക്കൊള്ളട്ടെ, ഒരു നല്ലൊരു സ്നേഹിതൻ. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റാണ് കുറേ കൂടി എന്നെ അതിശയിപ്പിച്ചത്. അദ്ദേഹം മുഖത്ത് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, വണ്ടി നിർത്തും എന്നെനിക്കറിയാമായിരുന്നു, അല്ലെങ്കിൽ പിന്നെ ഈ വെള്ള വസ്ത്രം ഇടേണ്ട കാര്യമില്ലല്ലോ എന്ന്. സ്നേഹമുള്ളവരെ, നമ്മളിൽ നിന്നൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരു പ്രത്യേക തരം പെരുമാറ്റമുണ്ട്. പ്രത്യേകിച്ച് വചനം വായിക്കുകയും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ഈശോയുടെ അനുയായികളാണ്. ഈ മാമോദീസ ജലം തലയിൽ വീണ ഒരു വ്യക്തിയിൽ നിന്നും ഏതൊരു വ്യക്തിയും പ്രതീക്ഷിക്കുന്ന ഒരു പ്രത്യേകതരം ജീവിത പെരുമാറ്റങ്ങളുണ്ടാകും. കുറവുകളൊക്കെ ഉണ്ടാകും. ആരും മാലാഖമാരും നല്ല സ്വർഗത്തിൽ നിന്നും നേരിട്ട് വീണ എല്ലാ കുറവുകളോടെയും എങ്കിലും നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഒരു പ്രത്യേകതരം ജീവിത സാഹചര്യങ്ങളുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതാണ് ഏറ്റവും വലിയ സുവിശേഷ പ്രഘോഷണം. എത്രമാത്രം നീണ്ട പ്രസംഗങ്ങൾ നടത്തുന്നതിനേക്കാളും, എത്രമാത്രം നീണ്ട ബൈബിൾ കൺവെൻഷൻസ് നടത്തുന്നതിനേക്കാളും, എത്രമാത്രം ദിനങ്ങൾ നീണ്ട ധ്യാനങ്ങൾ നടത്തുന്നതിനേക്കാളും, അതിനേക്കാളൊക്കെ ഉപരി മറ്റ് പ്രേക്ഷിത വേലകളൊക്കെ ചെയ്യുന്നതിനേക്കാളും വലിയ സുവിശേഷ പ്രഘോഷണമാണ് ക്രിസ്തുവിനെ അറിയുന്ന എന്നിൽ നിന്നും നമ്മളിൽ നിന്നൊക്കെ ഉള്ള ഒരു പ്രത്യേക രീതിയിലുള്ള ജീവിത രീതിയും പെരുമാറ്റവും ഒക്കെ. അതാണ് ഏറ്റവും വലിയ സുവിശേഷവൽക്കരണം. അതിനുവേണ്ടി നമ്മൾ ഓരോ വീടുകളിൽ കയറി ഇറങ്ങി നിർബന്ധിത വിശ്വാസ പരിവർത്തനങ്ങളൊന്നും ചെയ്യേണ്ട കാര്യം, അങ്ങനത്തെ യാതൊരു കാര്യങ്ങൾക്കും ഇവിടെ പ്രസക്തിയില്ല. ജീവിതം കണ്ട് ക്രിസ്തുവിനെ അറിയട്ടെ, ഇതായിരിക്കണം ഏറ്റവും വലിയ സുവിശേഷവൽക്കരണം. അതിൽ നിർഭാഗ്യവശാൽ ഞാനും നമ്മളും എല്ലാവരും പലപ്പോഴും വീണു പോകുന്നു എന്നത്, അല്ലെങ്കിൽ തളർന്നു പോകുന്നു എന്നത് സങ്കടകരമായ ഒരു കാര്യമാണ്. ഏറ്റവും വലിയ സുവിശേഷവൽക്കരണം അതുതന്നെയാണ്. നമ്മുടെ ജീവിതം കണ്ട് ആയിരിക്കേണ്ടിടത്ത് 100% ആയിരിക്കുന്ന ഒരു വ്യക്തിയായി നമുക്ക് മാറാൻ സാധിക്കട്ടെ. ഈ ഒരു സുവിശേഷം ഒരിക്കൽ കൂടി നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് തന്നെയാണ്.
കളകൾ ഒരിക്കലും മോശമായി സൃഷ്ടിക്കപ്പെട്ടവയല്ല. അവയും ദൈവത്തിൻ്റെ പരിപൂർണമായ സൃഷ്ടിയാണ്. ആയിരിക്കാൻ പ്രതീക്ഷിക്കാത്തിടത്ത് വളരുന്നത് കൊണ്ട് മാത്രം അവ കളയുടെ നിലയിലേക്ക് താഴ്ന്നു പോകുമ്പോൾ നമ്മുടെയും ജീവിതം ഉയർന്ന ജീവിതം, ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സൃഷ്ടിയുടെ ഏറ്റവും ഉന്നതമായ സ്ഥാനം ലഭിച്ച മനുഷ്യജീവിതം ഒരിക്കലും പ്രതീക്ഷിക്കാത്തിടത്ത് ആയിപ്പോകാതിരിക്കട്ടെ. ഈശോയുടെ ശിഷ്യന്മാരെ നോക്കുകയാണെങ്കിലും പലപ്പോഴും അവർക്ക് അവരുടെ യഥാർത്ഥമായ ഉത്തരവാദിത്വവും അവരെവിടെ ആയിരിക്കണമെന്നും പലപ്പോഴും സാധാരണ നമ്മളെയൊക്കെ പോലെയുള്ള മനുഷ്യരെ പോലെ മറന്നുപോയിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഈശോയുടെ കൂടെ ആയിരുന്നിട്ട് പോലും പലപ്പോഴും ആ ഈശോയുടെ സാന്നിധ്യം അറിയാതെ പോയിട്ടുണ്ട്. പലപ്പോഴും എത്രമാത്രം വിലപ്പെട്ടതായിരുന്നു അവരുടെ ആ ഒരു ജീവിത സാഹചര്യം എന്നവർ മറന്നുപോയിട്ടുണ്ട്. ഓരോ ശിഷ്യന്മാരെയൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ പത്രോസ് ഏറ്റവും കഴിവുള്ളവൻ ഞാനാണ് എന്ന് സ്വയം ധരിച്ചിരുന്ന ഒരു ശിഷ്യനായിരുന്നു പത്രോസിൻ്റെ ഈശോ പത്രോസിനോട് പലപ്പോഴും സാത്താനെ ദൂരെ നിൽക്കൂ എന്നൊക്കെ പത്രോസിനെ നോക്കി ഈശോ പറഞ്ഞിട്ടുണ്ട്. പത്രോസ് ഒരു നല്ലൊരു മീൻപിടുത്തക്കാരൻ, ഏറ്റവും ഭംഗിയായി മത്സ്യബന്ധന ജോലി അറിയാവുന്നൊരു വ്യക്തി. അതുകൊണ്ട് തന്നെ ഈശോയെ വിധിക്കാനായി കൊണ്ടുവന്നപ്പോൾ അവിടെ പത്രോസിന് ആ ഇടത്ത് സാന്നിധ്യം കിട്ടി. കാരണം പത്രോസ് അവിടെ സ്ഥിരം മത്സ്യം നൽകിയും മത്സ്യവുമായി ബന്ധപ്പെട്ട് എല്ലാ നാട് മുഴുവൻ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. പത്രോസിന് എപ്പോഴും വേണമെങ്കിലും അവിടെ അനായാസം കയറി പറ്റാവുന്നിടം. അതുകൊണ്ടാണ് ഈശോ 3 പ്രാവശ്യം തള്ളിപ്പറയുമെന്ന് പറഞ്ഞെടുത്ത് പത്രോസിന് മാത്രം മറ്റ് ശിഷ്യന്മാരിൽ നിന്നും കയറിപ്പറ്റാൻ സാധിച്ചത്. പക്ഷെ എന്നാലും പത്രോസിന് തൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ എല്ലാം മറക്കുകയാണ്. ക്രിസ്തുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന് ലഭിച്ച ആ ചൂടും അനുഗ്രഹവും ആ സമാധാനവും സന്തോഷവും ഒക്കെ ഒരു നിമിഷത്തേക്ക് മറന്നു പോകുന്ന പത്രോസിനെ നമ്മൾ കാണുന്നുണ്ട്. ഏത് ശിഷ്യന്മാരെടുക്കുകയാണെങ്കിലും തോമ എന്ന് ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്ന തോമസ് എന്നാണ്. ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്ന തോമസ് എന്ന് പറയാൻ കാരണം ദിദിമോസ് എന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം ഇരട്ട എന്നാണ്, ഒരുപോലെയുള്ളത് എന്നാണ് അർത്ഥം. അപ്പോൾ തോമസിനെ ദിദിമോസ് എന്ന് വിളിക്കാൻ കാരണം തോമസിൻ്റെ ആകാര ഭംഗി, മുഖം ഒക്കെ ഈശോയുടെ മുഖവുമായി അനുരൂപപ്പെടുന്ന മുഖമായിരുന്നു. പെട്ടെന്ന് തോമസിൻ്റെ നിഴലുകൾ കണ്ടു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഈശോ ആണോ എന്ന് പോലും സംശയിച്ചു പോകും വിധം ഉള്ളൊരു രൂപമായിരുന്നു തോമസിൻ്റെ. എന്നിട്ട് പോലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ തോമസ് പറയുന്നുണ്ടല്ലോ, ഞാൻ വിശ്വസിക്കുകയില്ല, കണ്ടാലും ആണിപ്പഴുതുകളിൽ എൻ്റെ വിരലുകൾ സ്പർശിച്ചാലും മാത്രമേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ. അപ്പോൾ ഓരോ സാഹചര്യങ്ങളനുസരിച്ച് മാനുഷികമായ ബലഹീനതകൾ എല്ലാ ശിഷ്യന്മാരും തന്നെ കാണിക്കുന്നുണ്ട്. സബദിപുത്രന്മാർ അധികാരങ്ങളോട് ഇത്രയും വർഷക്കാലം ഈശോയോട് കൂടെ നടന്നിട്ട് കൂടെ ഒരുമിച്ചുണ്ടായിട്ട് പോലും ഞാൻ എവിടെയാണ്, ഒരു സമൂഹത്തിലായിരിക്കുമ്പോൾ എപ്രകാരമാണ് ഞാൻ എന്നത് മറന്നുപോകുന്ന ശിഷ്യന്മാർ. പത്രോസ് വെള്ളത്തിലേക്ക് എടുത്തു ചാടി ഈശോയെ എന്നെയും അങ്ങയുടെ പക്കലേക്ക് വെള്ളത്തിന് മീതെ നടന്നു വരാൻ അനുവദിക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ പത്രോസിനെ അനുവദിക്കുന്നുണ്ടല്ലോ. പത്രോസിൻ്റെ ആ എടുത്തുചാട്ടമൊക്കെ ഒരു പക്ഷേ ശിഷ്യന്മാർ വളരെ മോശമായി തന്നെ അതിനെ മനസ്സിലാക്കിയിട്ടുണ്ടാകണം. പത്രോസിൻ്റെ ഈ ഒരു യാത്ര കണ്ട് പത്രോസ് പിന്നീട് വെള്ളത്തിൽ ആഴ്ന്നു പോകുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർ ഒരു പക്ഷേ പത്രോസിനെ നോക്കി പറഞ്ഞിട്ടുണ്ടാകണം, അവൻ അങ്ങനെ തന്നെ വേണം. കാരണം ഇത്രയും ദിവസങ്ങളായിട്ട് ഞാൻ എല്ലാവരെക്കാളും മുൻപന്തിയിലാണ്, ഞാൻ കുറേ കൂടി മുന്തിയവനാണ് എന്നൊക്കെയുള്ള ധാരണ പത്രോസിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ പത്രോസ് ഒന്നുമില്ലാതെ ആകുന്ന സാഹചര്യമുണ്ട്. അവസാനം 153 മത്സ്യം അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ പത്രോസ് ആ മത്സ്യം ഇരുന്ന് എണ്ണി എടുത്തിരിക്കണം. കാരണം പത്രോസിന് ഈശോയെ ഫേസ് ചെയ്യാൻ സാധിച്ചില്ല. നമ്മൾക്കൊക്കെ അങ്ങനെയാണല്ലോ, ഒരാളെ ഫേസ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ അനാവശ്യമായ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ. അപ്പോൾ താൻ ആയിരിക്കേണ്ടിടത്ത് നിന്നും എല്ലാവരും തന്നെ, ശിഷ്യന്മാരിൽ എല്ലാവരും തന്നെ മാറിപ്പോയിട്ടുണ്ട്. പക്ഷേ അവരെന്ന് തിരിച്ച് അതേ സ്ഥാനത്തേക്ക് കടന്നു വരുന്നോ അവിടെ ആ വലിയ വിളവുണ്ടാകുകയാണ്. ഈ ലോകം മുഴുവൻ കർത്താവായ യേശുക്രിസ്തുവിനെ അറിയുന്നതും അനുഭവിക്കുന്നതും ഈ പറഞ്ഞ ശിഷ്യന്മാരിലൂടെയാണ്. ബാക്കിയുണ്ടായിരുന്ന ശിഷ്യന്മാർ ലോകത്തിൻ്റെ
തലങ്ങും വിലങ്ങും ഓടി നടന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നും ക്രിസ്തുവിൻ്റെ മുൻപിൽ മുട്ടുമടക്കുന്ന അനേകായിരം ലക്ഷോപലക്ഷം വരുന്ന ക്രൈസ്തവർ ഇന്ന് ലോകത്തിലുള്ളത്. ആയിരിക്കേണ്ടിടത്ത് ആയിരിക്കുവാനുള്ള പരിപൂർണമായ പരിശ്രമം നമ്മുടെ ഭാഗത്തുണ്ടാകുക. ജീവിതം ആരും ഒരിക്കലും മോശമായി സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല, ഒന്നും അനാവശ്യമായി സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. വേണ്ടെടുത്ത് തന്നെ ആയിരിക്കുമ്പോൾ അത് അർത്ഥമുള്ളതായിട്ട് മാറുന്നു എന്ന് പറയുന്നത് പോലെ, കളകളും വിളകളും ഒരുമിച്ച് വളരട്ടെ എന്ന് പറയുന്നത് പോലെ, ഒരു സസ്യം കളയായിട്ട് മാറുന്നത് അത് ഞാൻ പ്രതീക്ഷിക്കാത്തിടത്ത് വളരുന്നത് കൊണ്ട് മാത്രം ആകുന്നത് പോലെ, നമ്മുടെ ജീവിതം നമ്മൾ ജീവിക്കുവാൻ, ആയിരിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നിടത്ത്, പ്രതീക്ഷിക്കുന്നിടത്ത് മാത്രം ആയിരിക്കുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയെങ്കിൽ 100ഉം 30ഉം 60ഉം മേനി ഫലം പുറപ്പെടുവിക്കുന്ന ശക്തിയുള്ള വിളകളായി നമുക്ക് മാറുവാൻ സാധിക്കും. സ്നേഹമുള്ളവരെ, ഞാൻ എപ്പോഴും ഓർക്കാറുള്ള ഒരു അനുഭവമുണ്ട്. ജീവിതത്തിൽ ഒത്തിരി ഭയന്നുപോയ ഒരു സാഹചര്യം. ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത്, പ്രത്യേകിച്ച് ഇങ്ങനെ പാട്ടും പരിപാടികളൊക്കെ അതിലൊക്കെ ഒത്തിരി ഇൻവോൾവ് ആയിരുന്ന ഒരു കാലം. ഒരു ഹോസ്റ്റൽ ഡേ കഴിഞ്ഞ് അന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു കലാപരിപാടികൾക്കൊക്കെ പങ്കെടുത്ത് രാത്രി പുലർച്ചെ 1 മണി 2 മണിയൊക്കെ ആയിട്ടുണ്ടാകണം. എൻ്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ അങ്ങോട്ട് വിടാം എന്ന് പറഞ്ഞ് എൻ്റെ കൂടെ ഇങ്ങനെ വരികയാണ്. ഞാൻ പഠിച്ച കോളേജ് ഞാൻ താമസിക്കുന്ന ഇടവും തമ്മിൽ ഒരു 10 മിനിറ്റ് നേരത്തെ നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. ഇങ്ങനെ നടന്ന് നീങ്ങുമ്പോൾ ആ പുലർച്ചെ കുറച്ച് 10-15ഓളം ആളുകൾ എതിർവശത്തു നിന്നും വരുന്നുണ്ട്. അവരെന്തിനാണ് എന്നൊന്നും നമ്മൾക്കറിയില്ല. എന്തൊക്കെയോ ഒരു പ്രോഗ്രാം കഴിഞ്ഞൊക്കെ വരുന്നതായിരിക്കാം എന്നാണ് കരുതിയത്. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് ഷർട്ടൊക്കെ കഴിച്ച് ഇങ്ങനെ വീശി കാറ്റുകൊണ്ടൊക്കെയാണ് വരുന്നത്. അവർ അടുത്തെത്തിയപ്പോൾ ആണ് മനസ്സിലായത്, അവരുടെ കയ്യിൽ ഒത്തിരി മാരക ആയുധങ്ങളായിരുന്നു. കത്തിയും വടിയും കമ്പിയും അങ്ങനെ എന്തൊക്കെയോ ആയുധങ്ങൾ. എല്ലാവരും കാര്യമായി മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ഏതോ രാഷ്ട്രീയ സംഘർഷവും കൊലപാതകവും ഒക്കെ നടത്താൻ അല്ലെങ്കിൽ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണെന്ന് കരുതുകയാണ്. കാരണം ആ സമയങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നൊരു സമയമാണ്. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഈ സുഹൃത്തിനെ തൊട്ടടുത്തുള്ള മതിലിനോട് ചേർത്ത് പ്രഹരിക്കാൻ തുടങ്ങി. ഞാൻ അവരുടെ കാലിൽ, നമ്മളിങ്ങനെ തമാശയ്ക്കൊക്കെ പറയല്ലോ കാല് പിടിക്കാം, പറയുന്നത് ചെയ്ത ഒരു നിമിഷമായിരുന്നു. കാലിൽ വീണ് നമസ്കരിച്ച് ഞാൻ കെഞ്ചി അവരോട്. ഞാനിങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഞാനിവിടെ തൊട്ടടുത്ത് ഉള്ള പള്ളിയിലാണ് താമസിക്കുന്നത്, ഞങ്ങളിങ്ങനെ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് വരികയാണ്. പക്ഷെ ഇതൊന്നും അവർക്ക് കേൾക്കാം, കാരണം എല്ലാവരും മദ്യപിച്ചിട്ടുണ്ട്. സ്വയം ബോധമുള്ളവർക്കല്ലേ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മനസ്സിലാകുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യം. ഏകദേശം ഒരു അരമണിക്കൂർ നേരം ഞങ്ങളിങ്ങനെ പറഞ്ഞും കെഞ്ചിയും ഒക്കെ അവനെ കൂടുതലായിട്ട് ഇങ്ങനെ പ്രഹരിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ അവസാനം എന്നെ പ്രചോദിപ്പിച്ച ഒരു കാര്യം, ഞാൻ കഴുത്തിൽ നിന്നും എൻ്റെ കഴുത്തിലുണ്ടായിരുന്ന ജപമാല എടുത്ത് കാണിച്ചവരോട് ഞാൻ പറഞ്ഞു, ഞാൻ ഇത്രയും നേരം പറഞ്ഞതുപോലെ ഞാൻ ഈ അടുത്തുള്ള പള്ളിയിലുള്ളതാണ്, നിങ്ങൾ ഒന്ന് മനസ്സിലാക്കൂ, വേറെ ഒരു കാര്യങ്ങൾക്കും പോയതല്ല എന്നുള്ള രീതിയിൽ. ഈ ജപമാല കണ്ട മാത്രയിൽ അവനെ വിട്ടു. പിന്നെ അധികം ബുദ്ധിമുട്ടിനൊന്നും വന്നില്ല. പെട്ടെന്ന് പൊക്കോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങോട്ട് നീങ്ങി എന്നുള്ളതാണ്. സ്നേഹമുള്ളവരെ, ഞാൻ എപ്പോഴും ഓർക്കുന്നൊരു കാര്യമാണ്, ആയിരിക്കേണ്ടിടത്ത് ആയിരിക്കുക, പറയേണ്ട സമയത്ത് തന്നെ പറയുക. നമ്മുടെ വിശ്വാസവും നമ്മുടെ ശക്തിയുമൊക്കെ ഈ വിശുദ്ധ വസ്തുക്കൾക്കും വിശുദ്ധമായ കാര്യങ്ങൾക്കൊക്കെ നൽകുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. അത് നമ്മൾക്കെന്നും സംരക്ഷണമായി തന്നെ നിലകൊള്ളും എന്ന് ഉറച്ച് വിശ്വസിച്ച് മുന്നേറുക. ഓരോ വിശുദ്ധ വസ്തുക്കളും ഓരോ വിശുദ്ധ പ്രാർത്ഥനകളും നമ്മൾ നടത്തുന്ന ചെറുതും വലുതുമായ എല്ലാ ഭക്ത അഭ്യാസങ്ങളും എല്ലാം ഞങ്ങളായിരിക്കുന്ന ഇടത്ത് പരിപൂർണമായിട്ടായിരിക്കാൻ, ഒരു ഉത്തമ ക്രൈസ്തവ കുടുംബമായി, ക്രൈസ്തവ വ്യക്തിത്വമായി ജീവിക്കുവാൻ ഈ എല്ലാ ഭൗതികമായ വിശുദ്ധ വസ്തുക്കളും നമ്മളെ സഹായിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഒരിക്കൽ കൂടി ശക്തിയോടെ നമുക്ക് ഉറച്ചു വിശ്വസിക്കാം, ഒരു വസ്തുവും ഒരു പുൽക്കൊടിയും ദൈവത്തിൻ്റെ അറിവും ഇല്ലാതെ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല.
എല്ലാം എന്തൊക്കെയോ നന്മയ്ക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ്. പ്രതീക്ഷിക്കുന്നിടത്ത് വളരുമ്പോൾ മാത്രമാണ് അവ വിളകളായിട്ട് മാറുന്നത്. അല്ലെങ്കിൽ അവ കാലാന്തരത്തിൽ പറിച്ച് കളകളായി തീയിൽ എറിയപ്പെടും. നമ്മുടെ ജീവിതവും വിളകളായി ആയിരിക്കേണ്ടിടത്ത് നമ്മളെ പ്രതീക്ഷിച്ച് നമ്മളുടെ സാന്നിധ്യം കൊണ്ട് ജീവിക്കുവാൻ, ജീവിതത്തിൻ്റെ തുടിപ്പ് ഉയർത്തുവാൻ കാത്തിരിക്കുന്ന വ്യക്തികൾക്ക് വിളയായി മാറുവാൻ സാധിക്കട്ടെ. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.